ആലപ്പുഴ CPM ഓഫീസിൽ നിന്നും രാഗൻ കൂടി നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായി. രാഗൻ, വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന കരിയിലക്കുളങ്ങരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കാണ് അവിടെ പൊതുദർശനത്തിനായി ഭൗതികദേഹം എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? ജനത്തിരക്ക് എങ്ങനെയാണ്? VS അവസാനമായി ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരമാണ്. CPIMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. ഇവിടെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് VSന്റെ ഭൗതികദേഹം എത്തിക്കുക. മറ്റ് പാർട്ടി നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തിന് ഹൃദയാഞ്ജലി അർപ്പിക്കും. അങ്ങനെ വലിയ ജനസഞ്ചയമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ നിറഞ്ഞുകൂടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VSനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ആലപ്പുഴയിലെ കാലഘട്ടം. ആലപ്പുഴയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS. 1964 പാർട്ടിയിലെ പിളർപ്പിന് ശേഷം CPIM രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS. അതോടൊപ്പം തന്നെ ഇവിടെയാണ് അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആദ്യം രംഗത്തേക്ക് വരുന്നത്. അവിടെ നിന്നാണ് VS എന്ന വ്യക്തി ഈ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് ഉയർന്നു വന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണുമായി VSന് അത്രത്തോളം തന്നെ ബന്ധമുണ്ട്. മാത്രമല്ല പാർലമെൻ്ററി ജീവിതവും അത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ആലപ്പുഴയിൽ നിന്നാണ് VSന്റെ പാർലമെൻ്ററി ജീവിതവും തുടങ്ങുന്നത്. അമ്പലപ്പുഴയിൽ മത്സരിച്ചതോടുകൂടിയാണ് VS ഈ പാർലമെൻ്ററി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ, ഒട്ടനവധി കാര്യങ്ങൾ ഈ ആലപ്പുഴയുമായി ചേർത്ത് വയ്ക്കാൻ VSന് ഉണ്ട്. 52 ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അങ്ങനെ ഓരോ മേഖലകളിലും VS ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു. 2001 അമ്പലപ്പുഴയിലേക്ക് മലമ്പുഴയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുന്നത്. ഇപ്പോഴും പല ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പത്തനംതിട്ട റാന്നി വരുന്നതാണ്. റാന്നി എപ്പോൾ എത്തിയതാണ്? രാവിലെ 7 മണിയായിരുന്നു. പാർട്ടി ചുമതലയുണ്ടോ? പാർട്ടി ചുമതലയുണ്ട്. ഏരിയ കമ്മിറ്റി അംഗമാണ്. എൻ്റെ കൂടെ 2 പേരുണ്ട്. 2 പേര്. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ VS എന്ന വ്യക്തി പങ്കുവച്ചിട്ടുള്ള ആശയ അടിത്തറ, അതിൽ നിന്ന് ലഭിച്ച ഊർജ്ജം, അതൊക്കെ വളരെ വലുതായിരുന്നില്ലേ സംഘടനാ പ്രവർത്തനം? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു വെളുപ്പിന് വന്നത്. അവിടെ നിന്ന് റാന്നിന്നെത്തിയത്. അതെ. എങ്ങനെയായിരുന്നു VSനെ ഓർത്തെടുക്കുമ്പോൾ? VSന്റെ കാല ചരിത്രം മുതലേ ഓർമ്മയിൽ, ചെറുപ്പത്തിൽ മുതലേ ഓർമ്മയിലുണ്ട്. അതിൻ്റെ ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ അധ്വാനിക്കുന്നവരെയും കർഷക തൊഴിലാളികളെയും, അതുപോലെ ഒരു കാലഘട്ടത്തിൽ റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള സമയത്ത് അവരെ റോഡിലിറക്കാനും അവരെ മാറുമറയ്ക്കാനും അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും സ്മരണ മുൻനിർത്തി പോകാൻ പറ്റുള്ളൂ. സഖാവിനെ മറക്കാൻ പറ്റില്ല ഒരു കാലത്ത്. രാവിലെ തന്നെ എത്തിയാണ്. രാവിലെ ഞങ്ങളെ എത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇത് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ശരി. എന്തായാലും അങ്ങനെ ഇവിടെ പ്രത്യേകിച്ചും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. കൂടുതൽ പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തുക. CPMന്റെ DC അംഗങ്ങൾ എല്ലാവരും ഉണ്ടാകും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിമാർ ഇവിടേക്ക് എത്തും. കൂടാതെ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. നമ്മളിപ്പോൾ പല ദൃശ്യങ്ങളും കണ്ടു. ഈ VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ നിരവധി പേരാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഈ പാതയുടെ ഇരുവശങ്ങളിലുമൊക്കെ തന്നെ നിരവധി പേർ തടിച്ചുകൂടി നിൽക്കുകയാണ് പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അവസാന വരവ്, ആ വരവ് വലിയ തോതിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. വൈകാരികമായൊരു തിരിച്ചുവരവാണ്, ഒരു മടങ്ങിവരവാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയാണ് VS നടത്തുന്നത്, നമുക്കറിയാം. പക്ഷേ ജനമനസ്സുകളിൽ എല്ലാ കാലവും ആ ചിത്രം ഒരിക്കലും മങ്ങാതെ ജീവനോടെ നിലനിൽക്കും.